അപ്പോൾ ആരെയും ഹേർട്ട് ചെയ്യാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒരുപാട് പല ആളുകളെയും ഹേർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ എപ്പോഴെങ്കിലും സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവര് നോക്കിയ ഡെയിലി പണക്കാടും അവിടെ എത്തുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ മിണ്ടാണ്ടിരുന്നാ പറ്റോ? ഞാൻ കുഞ്ഞാൽ സാഹിബിനോട് ചോദിച്ചു. അലങ്കരിക്കപ്പെട്ടവൾ, ഫേമസ്, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും ആ വാക്കിനുണ്ട്. ഫാത്തിമ തഹ്ലിയ. അപ്പോൾ ഈ ഫാത്തിമ തഹ്ലിയെ കുരു പൊട്ടി കുറ്റം പറയുന്ന ആളുകൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇപ്പം ഫാത്തിമ തഹ്ലിയെ ഷാഫി പറമ്പിലുമായിട്ടൊരു ഫോട്ടോ ഇട്ടാലോ, അല്ലെങ്കിൽ എന്ത് പബ്ലിക്കിൽ വന്നൊരു ഫാത്തിമ തഹ്ലിയുടെ ഒരു വീഡിയോ വന്നാലോ കുരു പൊട്ടി കുറ്റം പറയുന്ന കുറേ ആളുകളുണ്ട്. നമുക്കറിയാം, പേരാമ്പ്രയുടെ ചുണക്കുട്ടിയാണ് ഫാത്തിമ തഹ്ലിയ. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ വനിതാ MLA ആണ് ഫാത്തിമ തഹ്ലിയ. അപ്പോൾ അതിൻ്റെയൊക്കെ അസൂയ ഈ കുരു പൊട്ടുന്ന കുറേ ടീംസിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഫാത്തിമ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും, എന്ത് നല്ല നല്ല വിഷയങ്ങൾ പബ്ലിക്കിൽ ഫാത്തിമ ചെയ്താലും അതിനെ കുറ്റം പറഞ്ഞ് കുരു പൊട്ടുന്ന കുറേ ടീംസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറയട്ടെ, ഫാത്തിമ തഹ്ലിയ ഇഷ്ടമുള്ള ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ വിഷയത്തിനെ പറ്റിയിട്ട്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കണം. സ്കിപ്പ് ചെയ്ത് പോകാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫാത്തിമ തഹ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകൾ ഈ കുരു പൊട്ടുന്ന ടീംസുകൾ പല രീതിയിൽ കമൻറ്റുകൾ ഇടുന്ന ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫാത്തിമ തഹ്ലിയുടെ കൗമുദി ചാനലിനകത്ത് ഒരു ഇൻ്റർവ്യൂ കാണാനിടയുണ്ടായി. ആരാണ് ഫാത്തിമ തഹ്ലിയ, എന്താണ് ഫാത്തിമ തഹ്ലിയ, എങ്ങനെയാണ് ഫാത്തിമ തഹ്ലിയ ഇതുവരെ എത്തിയെന്നൊക്കെ നല്ല വിശദമായിട്ട് ആ കൗമുദി ചാനലിൽ ഫാത്തിമ തഹ്ലിയുടെ ഇൻ്റർവ്യൂ കിടപ്പുണ്ട്. അപ്പോൾ ഈ കുരു പൊട്ടുന്ന ടീംസുകൾ ആ ഇൻ്റർവ്യൂ കാണാതെ പോരുത്. ഉറപ്പായിട്ടും നിങ്ങളത് ചെന്ന് കാണണം. എന്നാൽ മാത്രമേ ആരാണ് ഫാത്തിമ തഹ്ലിയ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഒരിക്കലും ഫാത്തിമ തഹ്ലിയെ കുറ്റം പറയത്തില്ല, കുരു പൊട്ടി കമൻറ്റുകൾ ഇടത്തില്ല. ഓക്കെ, ഞാനിവിടെ ഒരു കമൻറ്റ് വയ്ക്കാം. അതിനുശേഷം ആ ഇൻ്റർവ്യൂയുടെ 1-2 ഭാഗങ്ങളൊക്കെ ഞാനിവിടെ വെച്ച് തരാം. അപ്പോൾ നമുക്കറിയാം, മുസ്ലിം ലീഗിൻ്റെ ഒരു ചുണക്കുട്ടി തന്നെയാണ്, പേരാമ്പ്രയുടെ ചുണക്കുട്ടി തന്നെയാണ് ഫാത്തിമ തഹ്ലിയ. ഈ ഒരു വയസ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, പ്രത്യേകിച്ച് റിലീജിയസ് ആയിട്ടുള്ള ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാളൊരു രാഷ്ട്രീയത്തിലേക്ക്, ഒരു സ്ത്രീ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരണമെങ്കിൽ, അതും നല്ല റിലീജിയസ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്ന്, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, രാഷ്ട്രീയം, ഇപ്പം കലാപരമായിട്ടുള്ള സിനിമ, ഇതൊന്നും ഒരു കാരണവശാലും നല്ല കട്ട റിലീജിയസ് ആയിട്ടുള്ള കുടുംബങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല. കാരണം അത് അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച്, ഒരുപാട് വേദനകൾ സഹിച്ച്, കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഇവിടം വരെ എത്തി നിൽക്കണമെങ്കിൽ പുള്ളിക്കാരി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡി തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. മാത്രമല്ല നല്ല വിവരവും വിദ്യാഭ്യാസവും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലേഡി തന്നെയാണ്. ഓരോ കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനവും സംസാരിക്കുന്ന വിഷയത്തിൽ എടുക്കുന്ന പക്വതയുമാണ് ഫാത്തിമ തഹ്ലിയെ ഇവിടം വരെ എത്തിച്ചത്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു കമൻറ്റ് വായിക്കാം. അപ്പം ആ കമൻറ്റിനകത്ത് പുള്ളിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു വീഡിയോസിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു കമൻറ്റല്ല, ഒരുപാട് കമൻറ്റ്സുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നിയ ഒരു കമൻറ്റ്. അപ്പം ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക്, കമൻറ്റും പിന്നെ ഫാത്തിമ തഹ്ലിയുടെ ആ ഒരു ഇൻ്റർവ്യൂവും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഈ പറഞ്ഞതുപോലെ ഫാത്തിമ തഹ്ലിയെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഫാത്തിമ തഹ്ലിയെ പറ്റിയിട്ട് ആ വ്യക്തി ഇട്ടേക്കുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തായാലും ദീനിൽ നിന്ന് തെറിച്ചു പോയി, ഇനി കുറേ മക്കനെ ഇട്ടിട്ടൊന്നും കാര്യമില്ല. ഈ മുജാഹിദ് തന്ത്രത്തിൽ എത്ര സുന്നികൾ വീണ് ദീനിൽ നിന്ന് പുറത്തുപോയി എന്നറിയുമോ? എന്താണ് സുഹൃത്തെ, അത് ഇട്ടേക്കുന്നത് ഒരു മുസ്ലിം നയമുള്ളൊരു ഐഡിയിൽ നിന്നാണ് ആ കമൻറ്റ് വന്നേക്കുന്നത്. ഇതുപോലെ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, വേറൊന്നുമല്ലോ, പുച്ഛം മാത്രമാണ്. ഇവിടെ ഫാത്തിമ തഹ്ലിയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഈ പറഞ്ഞിട്ടുള്ളൊരു MLA ആയി നിൽക്കുവാണ്. അപ്പം എങ്ങനെയാണ് ആ ഈ പറഞ്ഞിട്ടുള്ള ഫാത്തിമ തഹ്ലിയ ദീനിൽ നിന്ന് പുറത്തു പോയെന്ന് നിങ്ങളൊന്ന് വ്യക്തമാക്കി തരണം. ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതൊരു സ്ത്രീയാണെങ്കിൽ അയാളെ ദീനിൽ നിന്നങ്ങ് പുറത്താക്കുമോ? അല്ലെങ്കിൽ ദീനിൽ നിന്ന് പുറത്തായോ? രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള മക്കനെ ഇട്ടാലോ, ഫർദ ഇട്ടാലോ, ഹിജബ് ധരിച്ച് നടന്നാലോ അങ്ങ് പുറത്തായി പോകുമോ? എന്താണ് സുഹൃത്ത് നിങ്ങളിങ്ങനെ വിവരക്കേട് പറയാരേ? നമ്മളെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് മേഖലയിൽ നോക്കിയാലും അവിടെ സ്ത്രീകൾക്കായിരിക്കും
മുൻതൂക്കം. എല്ലാ മേഖലകളിലും സ്ത്രീകളായിരിക്കും മുന്നിൽ, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉറപ്പായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ കുരു പൊട്ടിയിട്ടില്ല രാമുവിൻ്റെ കാലത്തുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകൾ അവിടെ തന്നെ കിടക്കണം, സ്ത്രീകളൊന്നും ചെയ്യരുത്, സ്ത്രീകൾ അല്ലെങ്കിൽ MLA ആവരുത്, മന്ത്രിമാരാവരുത്, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ, അതൊക്കെ തെറ്റാണ്. ആ തെറ്റിദ്ധാരണ ആദ്യം മാറ്റുക. ഇനി ഞാനിവിടെ ഫാത്തിമ തഹ്ലിയുടെ ആ ഇൻ്റർവ്യൂവിൻ്റെ 1-2 ഭാഗം ഞാൻ വെച്ചു തരാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഈ മുസ്ലിം ലീഗിൻ്റെ തന്നെ ഫാത്തിമ തഹ്ലിയ MLA ആയത് കുരുപൊട്ടി സഹിക്കാൻ പറ്റാത്ത ഈ മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു നൂർബിന റഷീദ് എന്ന് പറഞ്ഞൊരു മുൻപ് പുള്ളിക്കാരി നിന്നിട്ടുണ്ട്. 2021 പുള്ളിക്കാരി നിന്നിട്ടുണ്ട്. അന്ന് പുള്ളിക്കാരി തോറ്റുപോയതാണ്. അപ്പം ഈ ഒരു ലീഗിൽ, മുസ്ലിം ലീഗിൽ തന്നെ നിന്ന ഒരു ഈ പറഞ്ഞിട്ടുള്ള നൂർബിന റഷീദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് തന്നെ ഫാത്തിമ തഹ്ലിയെ നിർത്തിയതിനോട് ഭയങ്കര വിയോജിപ്പുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി സ്വയം രാജിവെച്ച് പുറത്തു പോയതാണ്. ആ പുള്ളിക്കാരി ഒരു പ്രസ് മീറ്റിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഫാത്തിമ തഹ്ലിയെ പറ്റിയിട്ട്, അതും കൂടെ ഞാൻ വെച്ച് തരാം. അപ്പോൾ എന്നാലും ഫാത്തിമ തഹ്ലിയുടെ എങ്ങനെയാണ് ഇങ്ങനെ എത്തിപ്പെട്ടത്, ആരാണ് ഫാത്തിമ തഹ്ലിയ എന്നൊക്കെ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ കൗമുദിക്കകത്ത് പോയി കണ്ടാൽ മതി. ഈ കുരു പൊട്ടുന്ന ടീംസുകളുണ്ടല്ലോ, കുരു പൊട്ടി ഇങ്ങനെ കുരു പൊട്ടിത്തെറിക്കാറായി നിൽക്കുന്ന ടീംസുകൾ, കുറ്റം പറയാൻ മാത്രം കമൻ്റ് ഇടുന്ന ആളുകൾ ഫാത്തിമ തഹ്ലിയെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി നടക്കുന്ന ആളുകൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഇൻ്റർവ്യൂ കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ ഫാത്തിമ തഹ്ലിയെ പറ്റിയിട്ട് മോശമായിട്ട് പിന്നെ കമൻ്റ് ഇടത്തില്ല. കാരണം പുള്ളിക്കാരി ഈ ഒരു സ്റ്റേജ് വരെ എത്തിയ കുറേ കഷ്ടപ്പാടുണ്ടല്ലോ, കുറേ ഹാർഡ് വർക്ക്, കഷ്ടപ്പാട്, അതൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ ഈ കുരു പൊട്ടുന്ന കമൻസുകളൊന്നും പിന്നെ ഇടത്തില്ല. പ്രിയദർശിനിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്, ബസ്സിൽ നിന്നൊന്നും മാധ്യമങ്ങളല്ലാത്ത ആളുകൾ, യാത്രക്കാരല്ലാത്ത ആളുകൾ ബസ്സിൽ നിന്നൊന്നും ഇറങ്ങാൻ പറഞ്ഞതിന് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്, ഇല്ലേ? ഓക്കെ, ഇതെല്ലാം ഇൻ്റർവ്യൂവിൻ്റെ 1-2 ഭാഗം ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകേ. ആയി. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പെൺകുട്ടികളെ ഇങ്ങനെ ഏകോപിപ്പിച്ചെടുക്കുക, പ്രത്യേകിച്ച് ഈ ഏജുള്ള കുട്ടികളെ, നമുക്കറിയാമല്ലോ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പം അവർക്ക് പൊളിറ്റിക്സിൽ എൻഗേജ് ചെയ്യുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. പിന്നെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയും അതിലുള്ള ആളുകളൊന്നും ഇതിനോട് പാകപ്പെട്ട ആളുകളല്ല. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയാമല്ലോ, ഞാൻ പൊളിറ്റിക്സിലേക്ക് വരുന്നത് അത്ര ബെഡ് ഓഫ് റോസസിലൂടെയൊന്നും അല്ല. എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ കുടുംബം പോലും ഒരു പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനോട് പോസിറ്റീവായിട്ട് പച്ചക്കൊടി കാണിച്ച ആൾക്കാരൊന്നും അല്ല. അച്ഛൻ പക്ഷേ കൗൺസിലറൊക്കെ അല്ല, എൻ്റെ ഉപ്പ വാർഡ് മെമ്പർ ആയിരുന്നു. ലീഗ് ഫാമിലിയാണ് എൻ്റെത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയിട്ട് ഞങ്ങളൊരു പരമ്പരാഗത സുന്നി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ മുന്നിൽ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയോ എൻ്റെ കുടുംബത്തിൽ നിന്നോ എൻ്റെ ചുറ്റുപാടെന്നോ അങ്ങനെ പൊതുരംഗത്തേക്ക് പ്രവർത്തിച്ച് വന്ന ഒരു അനുഭവമോ പറയാനോ ഇല്ല. അപ്പം തീർച്ചയായിട്ടും പാരൻസിന് അതിൻ്റെ വെറീസ് ഉണ്ടാവും. അവർ കാണുന്ന ഒരു പൊളിറ്റിക്കൽ ഇതിലേക്ക് ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ നിന്ന് ഒരു മോള് പോകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് ധൈര്യത്തിലാണ് ഇറങ്ങി പുറപ്പെട്ടത്? അത് ഉള്ളെന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എന്നോട് ഇതിന് ചോദിക്കുമ്പോൾ എനിക്ക് അതല്ലാതെ ഒരു മറുപടി പറയാനില്ല. അല്ല, അത് എപ്പോഴും ഫാത്തിമയുടെ മുഖത്ത് എന്തും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം, ആ ഒരു ദൃഢനിശ്ചയം പ്രകടമാണ്. ഇതെവിടുന്ന് കിട്ടി? അതിന് ആൻസർ അങ്ങനെ എന്തോ ബ്ലഡിൽ ഉണ്ടായിട്ടുണ്ടാവണം. എനിക്ക് എന്നോട് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് നോ ആണ്. നോ മാത്രമേ കേട്ടിട്ടുള്ളൂ ഒരുപാട് കാലം. പക്ഷെ ആ നോയിൽ നമ്മൾ നിന്ന് പോകാൻ നമുക്ക് പറ്റും, അതിനെ മറികടക്കാനും നമുക്ക് പറ്റും. നിങ്ങൾ ഏത് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള തോന്നലുകളെ, ആ തോന്നലുകൾ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, ചില വിഷയങ്ങളിൽ ഇടപെടണമെന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഓപ്പൺലി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഏതെങ്കിലും റൈറ്റ് വയലേഷൻ കണ്ടാൽ ഇടപെടുന്ന ഒരാളാണ് ഞാൻ. സ്കൂൾ ലെവൽ മുതലേ ഞാൻ അങ്ങനെയാണ്, കുട്ടിയായിരുന്ന സമയം മുതലേ ഞാൻ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വലിയ ഓർത്തഡോക്സ് പശ്ചാത്തലമാണോ വീട്ടിൽ, അതോ കുറച്ചുകൂടെ ലിബറൽ ആയിരുന്നില്ലേ? അല്ലല്ല, എൻ്റെ ഫാമിലി അത്യാവശ്യം നന്നായി ഓർത്തഡോക്സ് ഫാമിലി തന്നെയാണ്. അത് കാലങ്ങളായിട്ട് ഞാൻ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് തീർച്ചയായിട്ടും എൻ്റെ കുടുംബവും പരിണയപ്പെട്ടുകൊണ്ട് വരുമല്ലോ. കുടുംബത്തെ മാറ്റിയെടുത്തല്ലേ? അതെ, എനിക്ക് തോന്നുന്നത് കുടുംബത്തെ മാറ്റിയെടുത്തു എന്നല്ല, എന്നോടൊപ്പം അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു.
അവരുടെ എന്തായാലും പാരൻസിന് അവരുടെ താല്പര്യങ്ങളുണ്ടാകും, സമൂഹത്തിൻ്റെ താല്പര്യങ്ങളുണ്ടാകും, അത് നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ താല്പര്യങ്ങൾ എവിടെ വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരെയും ഹേർട്ട് ചെയ്യാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒരുപാട് പല ആളുകളെയും ഹേർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ എപ്പോഴെങ്കിലും സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേട്ടല്ലോ ഫാത്തിമ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫാത്തിമ തഹ്ലിയ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുടുംബം ഫാമിലിപരമായിട്ട് ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വന്നൊരു ഒരാളാണ്. അപ്പം അവരൊന്നും വീട്ടുകാരൊന്നും സപ്പോർട്ടല്ലായിരുന്നു. എന്നിട്ടും പുള്ളിക്കാരിയുടെ ഒരു ഫാഷൻ അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം, രാഷ്ട്രീയത്തോടുള്ളൊരു ഇഷ്ടം പുള്ളിക്കാരി അത് നേടിയെടുക്കണം എന്നുള്ളൊരു ഇതിലൂടെ അത്രയും ത്യാഗങ്ങൾ സഹിച്ച് മുമ്പോട്ട് വരുവാൻ, ഈ ഒരു അത്രയും ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് ഈ ഒരു ലെവൽ വരെ എത്തിപ്പെടണമെങ്കിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ നല്ലൊരു സ്റ്റോറി തന്നെ കാണും അല്ലേ, നല്ലൊരു പെയിൻഫുള്ളായിട്ടൊരു സ്റ്റോറി തന്നെ കാണും, അതുപോലെ ഹാർഡ് വർക്കും കാണും. അപ്പം ഇനി ഞാൻ ബാക്കിയും കൂടെ വെച്ച് തരാം. ആരാണ് ഫാത്തിമ തഹ്ലിയ, എങ്ങനെ ഇവിടം വരെ എത്തിയെന്നൊക്കെ ഉള്ളൊരു ചോദ്യത്തിന് പുള്ളിക്കാരി കൊടുക്കുന്നൊരു മറുപടിയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് ഈ കുറ്റം പറയുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ട്, ഷാഫി പറമ്പിലുമായിട്ട് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പറയും ഷാഫി പറമ്പിലും അതുപോലെ ഫാത്തിമ തഹ്ലിയും തമ്മിൽ പ്രണയമാണ്, അതാണ് ഇതാണ് മറിച്ചയാണ് മണ്ണാങ്കട്ടയാന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ഇലക്ഷൻ സമയത്തൊക്കെ ഷാഫിയുമായിട്ട് നിൽക്കുന്ന പ്രചരണ പരിപാടിയിൽ ഷാഫി പറമ്പിൽ ഈ പറഞ്ഞുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഓടി നടന്ന് പ്രചരണം നടത്തിയ ആളാണ്. അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ആ ഫോട്ടോയുടെ അടിയിലൊക്കെ എന്തോ ഒരു മോശമായിട്ടുള്ള കമൻറ്റുകളാണ് ആളുകൾ കുരുപൊട്ടുന്ന ടീംസുകൾ മാത്രമേ അത് ചെയ്യൂ. ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന, കമൻ്റ് ഇട്ട് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നടക്കുന്ന ടീംസ് മാത്രമേ അത് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി ബാക്കി കൂടെ കേട്ടു. ഓക്കെ, ശരിക്കും ആരാണ് ഈ ഫാത്തിമ തഹ്ലിയ? എന്താണ് പശ്ചാത്തലം? എവിടെ പഠിച്ചു? എന്തൊക്കെ പഠിച്ചു? എങ്ങനെയാണ് തുടക്കം കരിയറിൻ്റെ? എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്നത് എൻ്റെ ഫുൾ നെയിമാണ്. തഹ്ലിയ എന്നുള്ള പേരിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പ്യൂരിറ്റി എന്നുള്ളൊരർത്ഥം പറയുന്നുണ്ട്, പ്യൂരിറ്റി. രണ്ടാമത് അലങ്കരിക്കപ്പെട്ടവൾ, ഫേമസ്, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും ആ വാക്കിനുണ്ട്. തഹ്ലിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് സൗദി അറേബ്യയിൽ. അത് വളരെ വിചിത്രമായിട്ടുള്ളൊരു അറിവായിരുന്നു എനിക്ക്. അങ്ങനെ വളരെ പ്രൗഢമായിട്ടുള്ള എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ് അതിലേക്ക് വരുന്നത്. അലങ്കരിക്കപ്പെട്ടവൾ എന്ന് പറയുമ്പോൾ അതിലെന്തായാലും സൗന്ദര്യം ഉണ്ടാവുമല്ലോ, എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ അർത്ഥങ്ങളോട് ഉൾക്കൊള്ളുന്ന ആളാണ്. അങ്ങനെ എല്ലാ അർത്ഥങ്ങളും അത് അറിയില്ല. ഞാൻ പഠിച്ചത് എൻ്റെ തന്നെ നാട്ടിൽ കുറ്റിക്കാട്ടൂരിൽ ബി-ലൈൻ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CBSE സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ ഫാമിലിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണത്. അവിടെ ഒരു ഓർഫനേജ് ഉണ്ട്, ആ ഓർഫനേജിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനമാണത്. പിന്നീട് ഞാൻ +1 +2 കുറ്റിക്കാട്ടൂരിലുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ അവിടെ നിന്നാണ് ലോ കോളേജിലേക്ക് എൻട്രൻസ് എഴുതിയിട്ട് വരുന്നത്. ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട് LLB ചെയ്യുന്നു, LLM തൃശ്ശൂർ ലോ കോളേജിൽ ചെയ്യുന്നു. അതിനിടയിൽ ഞാൻ MA ഫോക്ലോർ ഒരു വർഷ വിദ്യാർത്ഥിനിയായിട്ട് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് എഴുതി റാങ്ക് 1 വന്നപ്പം ഞാൻ അവിടെ പഠിക്കാൻ പോയി. അവിടെ നിന്നാണ് പിന്നീട് LLMലേക്ക് മാറുന്നത്. എൻറോൾ ചെയ്തു, പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആണ് ഞാൻ. എൻ്റെ ഫാമിലി ചുറ്റുപാട് എല്ലാവരും ലോയേഴ്സ് ആണ്. എൻ്റെ ഹസ്ബൻഡ് ലോയർ ആണ്, ഷഹസാദ്. അദ്ദേഹം കോഴിക്കോട് ഹൈക്കോർട്ടിലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പാരന്റ് ഫാദർ ലോയറാണ്, സീനിയർ ലോയറാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കസിൻസ് ഒത്തിരി ആൾക്കാർ ലോയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ലോയർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. എന്തായാലും മുസ്ലിം ലീഗിന് കിട്ടിയ നല്ലൊരു വനിതാ MLA തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വനിതാ MLA. നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലേഡി തന്നെയാണ് ഫാത്തിമ തഹ്ലിയ. ഈ ഫാത്തിമ തഹ്ലിയ മുസ്ലിം ലീഗിൽ ഈ പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് പോലും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടായിരുന്നു ഈ പ്രസ്ഥാനത്തിലുള്ള. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മറ്റേ റുബിന റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരി നിർത്തിയാണ് 2021 നിർത്തിയിട്ട് പോലും പുള്ളിക്കാരി ജയിച്ചിട്ടില്ല. ഇപ്പം എനിക്കൊന്ന് വീട്ടിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പം ഫാത്തിമ തഹ്ലിയെ നിർത്തിയതിൻ്റെ പേരിൽ പുള്ളിക്കാരി വരെ എന്താണ് പറഞ്ഞത്, പാണക്കാട് വീട്ടിൽ കയറി ഇറങ്ങി കാല് പിടിച്ചിട്ടാണ് ഫാത്തിമ തഹ്ലിയെ ഈ പറഞ്ഞിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയെന്ന് വരെ ഇവരൊരു പ്രസ് മീറ്റിനകത്ത് ഉണ്ടാക്കുകവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ കുറേ ആളുകളുണ്ട്, കുരുപൊട്ടുന്ന കുറേ ടീംസുകളുണ്ട്, അതും ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ആ ഒരു പ്രസ് മീറ്റിൻ്റെ ചെറിയൊരു ക്ലിപ്പും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം, അവർ പറയുന്നത്. അപ്പോൾ ആ താത്ത പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കുനാൽ സാഹിബ് നേരെ ചൊവ്വയിൽ പറഞ്ഞു,
ജോണി ചോദിച്ചപ്പം പറഞ്ഞു ഹരിതയുടെ കുട്ടികളെ കൊടുക്കുമെന്ന്. അപ്പം പറഞ്ഞു ഇല്ല, അവരെയൊക്കെ ഓരോ സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലേ, നിങ്ങളുടെ മീഡിയ ചാനലിലുള്ള ലൈവാണ്. ലൈവല്ല, അവിടെ ഉണ്ട് ജോണിയുടെ. അത് കഴിഞ്ഞ് ഞാൻ പല പ്രാവശ്യം കുനാൽ സാഹിബിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തഹലിയക്ക് കൊടുക്കുന്ന ഇല്ല തഹലിയ വരില്ല. പല പ്രാവശ്യം മലപ്പുറം ജില്ലയിലുള്ള പലരും എനിക്ക് ഫോട്ടോസ് ഇട്ട് വന്നു. നൂർബിൻത, ഇവര് നോക്കിയ ഡെയിലി പാണക്കാടും അവിടെ എത്തുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ മിണ്ടാണ്ടിരുന്നാ പറ്റോ? ഞാൻ കുനാൽ സാഹിബിനോട് ചോദിച്ചു, വനിതാ ലീഗ് അവിടെ വന്ന് ഇന്ന് വരെ സ്ഥാനാർത്ഥി നിർണയ വേളയിലോ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലോ ഒരു വനിതകൾ പോലും പാണക്കാടോ നേതാക്കന്മാരുടെ വീടുകളിലോ പോയി പറയാറില്ല. അത് പിന്നെ സമ്മർദ്ദം തന്നെയല്ലേ? ഭീഷണി എന്നല്ല പറയുന്നത്, അതെനിക്കറിയില്ല. ഭീഷണി അവരാണ് ഉയർത്തിയിരുന്നത് അന്ന് അവര് ഹരിത വിവാദത്തിൽ അവരെന്തൊക്കെ ഭീഷണിയായിരുന്നു പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഉയർത്തിയത്. ലത്തീഫ് തുറയൂറിന്റെ അങ്ങനെ പോകാറില്ല. പോയാല് തെറ്റില്ല, ദിവസം പോകേണ്ട ആവശ്യമില്ല എന്ന് കുനാൽ സാഹിബ് എന്നോട് പറഞ്ഞു. അതെ, ആ തെറ്റില്ല, പോയിക്കോട്ടെ. അതേ, ഇത് നമുക്കും അവസരം തരണം എന്നാ പറയുന്നത്. ഉപയോഗിക്കാന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഞങ്ങൾ 90-കൾ മുതൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്താല്ലേ ഇവർക്ക് അസൂയ മൂത്ത് ഭ്രാന്തായതാ. ഒരു കാരണം വെച്ചാൽ ഇവരെ നിർത്താഞ്ഞത് നന്നായി കേട്ടോ. ഇവരെ നിർത്തിയായിരുന്നെങ്കിൽ ഇവർ തോറ്റല്ലേ. ഫാത്തിമ തഹലിയെ നിർത്തിയോണ്ട് ലീഗിനൊരു വനിതാ MLA കിട്ടി, ആദ്യത്തെ ഒരു വനിതാ MLA. ഇവരെ 2021 നിർത്തിയാണ്, 8 നിലയിൽ പൊട്ടിയതാണ്. ഫാത്തിമ തഹലിയ ഈ പറഞ്ഞിട്ടുള്ള പാണക്കാട് വീട്ടിൽ കയറി ഇറങ്ങി കാല് പിടിച്ചിട്ടാണ് സ്ഥാനാർത്ഥിത്വം കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കാല് പിടിച്ചാലും കൈ പിടിച്ചാലും ജനങ്ങൾ അവരെ എന്തായാലും ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കുരുപൊട്ടുന്ന ടീംസുകൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ആ ഇൻ്റർവ്യൂ ഒന്ന് പോയി കാണും. അപ്പം ഫാത്തിമ തഹലിയ ആരാണെന്നും എന്താണ് ഇവിടം വരെ എത്തിയതിൻ്റെ ഒരു കഷ്ടപ്പാട്, ഹാർഡ് വർക്ക്, ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് ഇവിടം വരെ എത്തിപ്പെടണമെങ്കിൽ ആ പുള്ളിക്കാരിയൊക്കെ കയറി വന്ന കഷ്ടപ്പാടുകളും അനുഭവിച്ച വേദനകളും യാതനകളൊക്കെ ആ ഇൻ്റർവ്യൂവിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിരന്തരം ഇങ്ങനെ ഫാത്തിമ തഹ്ലിയക്കെതിരെ ഇങ്ങനെ ഉള്ള ഈ ഒരു ഉരുപൊട്ടുന്ന കമൻസുകളും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോ പിന്നെ വരാം.